എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റഫ്ഡ് ചിക്കൻ ഷവർമ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. ഷവർമ കഴിക്കുന്നത് പോലെ തന്നെ അടിപൊളി രുചിയിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. നോമ്പ് തുറക്കുമ്പോൾ മാത്രമല്ല, ഗസ്റ്റ് വരുമ്പോഴും അതുപോലെ ഡിന്നറായും ഒക്കെ ഒരുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കിയാലോ എങ്ങനെയാണ് നല്ലൊരു സ്റ്റഫ്ഡ് ചിക്കൻ ഷവർമ റോള് റെഡിയാക്കുന്നതെന്ന്. ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ തന്തൂരി മസാലയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ തൈരും ഹാഫ് ലെമണും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തന്തൂരി മസാല കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് കവർ ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിതാ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതൊന്ന് പൊങ്ങി വരും. അതിനുശേഷമാണ് നമ്മളിത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് മാവിലേക്ക് തന്നെ ഈസ്റ്റെല്ലാം ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് 3 കപ്പ് മൈദപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഒറിഗാനോവും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ഈസ്റ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ മാവിലേക്ക് അത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം. ഒരു 3-4 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചിട്ട് വേണം ഈ ഒരു മാവ് സോഫ്റ്റാക്കി എടുക്കാൻ. മാവ് സോഫ്റ്റായാൽ മാത്രമേ നമ്മുടെ ആ ഒരു ബ്രെഡും നല്ല സോഫ്റ്റായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് തന്നെ കുഴച്ച് കൊടുക്കുക. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മാവ് കുഴക്കാനായിട്ട് 1 കപ്പ് വെള്ളമാണ് എനിക്ക് വേണ്ടി വന്നത്. ചെറു ചൂടുള്ള 1 കപ്പ് വെള്ളം, പിന്നെ നമ്മൾ 1/4 കപ്പ് വെള്ളം ആ ഒരു ഈസ്റ്റിലേക്ക് ഒഴിച്ചതും. അങ്ങനെ മാവെല്ലാം നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം കവർ ചെയ്തിട്ട് ഒന്ന് പൊങ്ങി ഡബിൾ സൈസ് ആവാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഓരോ സ്ഥലത്തെ കാലാവസ്ഥക്കനുസരിച്ചിട്ട് ടൈമിലൊക്കെ വ്യത്യാസം വരും. ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് പൊങ്ങി കിട്ടും. തണുപ്പൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ 1.5-2 മണിക്കൂറൊക്കെ ആവും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, ചിക്കൻ നേരിട്ടിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് ഇതൊരു ഫ്രൈ രൂപത്തിൽ ആക്കിയെടുക്കണം. 1 മിനിറ്റോളം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് ചെറുതായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. വേവാനുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ 1 മിനിറ്റോളം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് ഫ്രൈ രൂപത്തിൽ ആക്കിയെടുക്കുക. ഒരു 10 മിനിറ്റോളം അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് ഫ്രൈ രൂപത്തിലായി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സാക്കി കൊടുക്കണം, അതൊന്നും മറക്കരുത്. ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു 2-3 പ്രാവശ്യം തുറന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ചിക്കൻ വേവാനായിട്ട് വെച്ചിട്ട് 10 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ടേനു. പിന്നെ അതിലെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ഫ്രൈ രൂപത്തിൽ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇതില്ലെങ്കിൽ വെറും മയോണൈസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂണോളം മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുപ്പ് ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത്.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു ചിക്കനും ഈ ഒരു ഫ്രഷ് ക്രീമും മയോണീസും എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ചിക്കനിലേക്ക് ഫ്രഷ് ക്രീമും മയോണീസും എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമും 1 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസും. ചില്ലി ഗാർലിക് സോസ് ഇല്ലെങ്കിൽ കെച്ചപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവെല്ലാം പൊങ്ങി ഇതുപോലെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. 1.5 മണിക്കൂറാണ് എനിക്ക് ടൈം എടുത്തതിന് ഇതുപോലെ പൊങ്ങി കിട്ടാൻ. ഇനി ഇതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് കൗണ്ടർ ടോപ്പുമ്മലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പുമ്മൽ ഇടുമ്പോൾ ആദ്യം തന്നെ കുറച്ച് മൈദ തൂക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് മൈദ തൂക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ഡോ നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അങ്ങനെ ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഈ ഒരു രീതിയിലൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരേ വലുപ്പത്തിലുള്ള 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉരുളകളാക്കി മാറ്റാം. ഒരേ വലുപ്പത്തിലുള്ള 3 ഉരുളകളാണ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കി 2 കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൽ നിന്നും ഒരു ഉരുള നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു ഉരുള പരത്തുന്ന സമയത്ത് ബാക്കിയുള്ള 2 ഉരുളകളും ഒന്ന് കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയി പോവും. എന്നിട്ട് കുറച്ചും കൂടെ മൈദപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ചെറിയൊരു തിക്നെസ്സിലാണ് കേട്ടോ പരത്തിയെടുത്തിട്ട് ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. 2 ചപ്പാത്തിയെല്ലാം അട്ടിക്ക് വെച്ചാൽ എത്ര തിക്നെസ് ഉണ്ടാവും ആ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്കിത് നമ്മൾ റെഡിയാക്കിയ ആ ഒരു സോസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ്ങിൽ നിന്നും കുറച്ച് എടുത്തിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കണം. അങ്ങനെ ഫില്ലിങ്ങും നമ്മൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുസറല്ല ചീസ് എടുത്തിട്ടുണ്ട്, അതും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിഗാനോ കൂടെ ഇട്ട് കൊടുക്കാം. ഒറിഗാനോ ഞാൻ മുകളിലാണ് ഇട്ട് കൊടുക്കുന്നത്, ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ടിതാ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ടോ 4 പീസായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയതാണ് വേണ്ടതെങ്കിൽ 5 or 6 പീസായിട്ടും കട്ട് ചെയ്തെടുക്കാം. ഞാൻ 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് കട്ട് ചെയ്ത ഓരോ പീസും നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇതിൽ കാണുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ചെറുതാണ് വേണ്ടതെങ്കിൽ ഈ ഒരു രീതിയിൽ റോൾ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചെറുതാണ് വേണ്ടതെങ്കിൽ റോൾ ചെയ്തതിന് ശേഷം ഇതിൽ കാണുന്നത് പോലെ നടുവിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെറുതും വലുതും എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ബേക്ക് ചെയ്യുന്നത് അതിലേക്ക് ബട്ടർ പേപ്പർ വിരിച്ചതിന് ശേഷം ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ പരത്തി സോസും സ്പ്രെഡ് ചെയ്ത് ഫില്ലിങ്ങും വെച്ച് പിന്നെ
ചീസെല്ലാം ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കുക. അങ്ങനെ ഇതാ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. ഇനി ഞാനൊരു മുട്ട ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതിതാ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗവും സൈഡിലും എല്ലാം ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാത്തിലേക്കും മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കുക ഓവൻ. അതിനുശേഷം 200 ഡിഗ്രിയിൽ 25-30 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് സമയമെടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഓരോ ഓവനിലും ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാകും, അത് നിങ്ങൾ ചെയ്യുക. അപ്പം മുട്ടയെല്ലാം സ്പ്രെഡ് ആക്കിയതിന് ശേഷം കുറച്ച് ഒറിഗാനോ കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവൻ ഇല്ലാത്തവർക്ക് ഇത് പാത്രത്തിലും ബേക്ക് ചെയ്തെടുക്കാം. ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക, ഒരു റിങ് വെക്കുക, അതിലേക്ക് ഏതെങ്കിലും ഒരു ട്രേയിൽ ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. പിന്നെ മുകൾ ഭാഗം കനൽ ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മുകളൊക്കെ ഇതുപോലെ നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുത്ത പോലെ തന്നെ റെഡിയായി കിട്ടും. അങ്ങനെ ബേക്കായതിന് ശേഷം ഞാനിതാ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. 30 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്, കാണാൻ ഒരു നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാ ഇതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ഓവനിൽ ബേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് മുകളിലത്തെയും താഴത്തെയും ആ ഒരു കുഴലുണ്ടല്ലോ, അത് കത്തുന്ന രീതിയിൽ തന്നെയാണ് വെക്കേണ്ടത്. കുറച്ച് പേരെല്ലാം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഓവൻ സെറ്റ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നല്ല കറക്റ്റായിട്ട് മുകളിലും അടിയിലൊക്കെ നന്നായിട്ട് റെഡിയായി കിട്ടുകയുള്ളൂ. അപ്പം ബട്ടറെല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചൂടോടെ തന്നെ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടോടെ തന്നെ കഴിക്കുക. ചീസൊക്കെ ഇട്ടതുകൊണ്ട് അടിപൊളിയാണ്, നല്ല സോഫ്റ്റായിട്ട് അടിപൊളി ടേസ്റ്റാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.